നാടിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കേന്ദ്രമായി, ഒരു സാംസ്കാരിക കേന്ദ്രം നമുക്ക് വേണ്ടതുണ്ട്. പകൽ സമയത്ത് പോലും സ്ത്രീകളൊന്നും ഈ വഴി നടന്നിരുന്നില്ല. അങ്ങനെ ഒരു വുമൻ സെൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മുടെ ഒരു എന്തിനാണ് ഒരു മനുഷ്യൻ സിനിമ കാണേണ്ടത്? തിയേറ്റർ വിജയകരമായി മുന്നോട്ട് പോകുമോ എന്ന് മാറ്റിയെടുക്കാൻ ഈ തിയേറ്ററിൻ്റെ ആവിർഭാവത്തോടെ പറ്റിയെന്നാണ്. നിങ്ങളൊരു തിയേറ്റർ ഓണർ ആണെങ്കിൽ, അതല്ല നിങ്ങളൊരു തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു സൗഹൃദ കൂട്ടായ്മയുടെ നിരന്തരമായ ചർച്ചകളിൽ നിന്നാണ് പലപ്പോഴും ഇതൊരു ഫിനാൻസ് ഒരു വലിയ പ്രശ്നമായി വരുമ്പോൾ സജിത്ത് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തിയേറ്ററിൻ്റെ പേര് ശോഭ എന്നാണ്. കളർഫുള്ളായിട്ടുള്ള ഈ ഒരു സ്ക്രീനിൻ്റെ പേരാകട്ടെ താര എന്നും, ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ മൂന്നാമത്തെ സ്ക്രീനിൻ്റെ പേരാകട്ടെ വിജയ എന്നും. ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ 3 സ്ക്രീനുകൾക്കും യഥാക്രമം ശോഭ, താര, വിജയ എന്ന് വന്നതിനെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, ഈ ശോഭ എന്ന പേരിൽ പണ്ടൊരു ടാക്കീസ് കൊപ്പത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ താര എന്ന പേരിൽ ഒരു ടാക്കീസ് ഇതിനടുത്തുള്ള കുളത്തൂർ എന്ന സ്ഥലത്തുണ്ടായിരുന്നു. വിജയ എന്ന പേരിലാകട്ടെ പുലാമന്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്തും ഒരു ടാക്കീസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന അത്യാധുനിക മൾട്ടിപ്ലക്സ് സമുച്ചയത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന പഴയ ടാക്കീസുകളുടെ പേരിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ 3 സ്ക്രീനുകൾക്കും ഇവർ പേര് നൽകിയിരിക്കുന്നത്. ആക്ച്വലി ഒരു കോൺടെസ്റ്റിലൂടെയാണ് ഇവർ ഈ പേര് കണ്ടെത്തിയത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയണത്, ഓഡി 1, 2, 3 എന്ന് സിമ്പിളായിട്ടിട്ട് അവസാനിപ്പിക്കാവുന്ന ഒരു മാറ്ററിനെ അവരൊരു കോൺടെസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത പേരുകൾ ഈ ഒരു തിയേറ്റേഴ്സിന് നൽകിയപ്പോൾ ഈ ഒരു നാട്ടിലെ പഴമക്കാർക്കും പുതിയ ജനറേഷനുള്ള ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തിയേറ്റർ കോംപ്ലക്സ് ആയിട്ട് ഇത് മാറി എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലുള്ള കൊപ്പത്തുള്ള സിൻഡിക്കേറ്റ് സിനിമാസിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കോവിഡ് ആ ഒരു ടൈമിന് ശേഷം കേരളത്തിൽ വന്ന പുതിയ തിയേറ്ററുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് പ്രവർത്തിക്കുന്ന, അന്നും ഇന്നും ആ ഒരു ഫ്രഷ്നെസ് നിലനിർത്തുന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ ഒരു സിൻഡിക്കേറ്റ് സിനിമാസ്. അപ്പോൾ സിൻഡിക്കേറ്റ് സിനിമാസിൻ്റെ കാഴ്ചകളുമായിട്ട് തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ കൊപ്പത്ത് നിന്ന് ഒരല്പം മാറിയിട്ട് കരിങ്ങനാട് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഒരു സിൻഡിക്കേറ്റ് സിനിമാസ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മാൾ കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ കയറി വരുമ്പോഴുള്ള ആ ഒരു എൻട്രൻസും കാര്യങ്ങളും എല്ലാം ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങും അതോടൊപ്പം തന്നെ കണ്ണിനൊരു എന്താ പറയുക കുളിർമ നൽകുന്ന രീതിയിലുള്ള കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകളും നമുക്ക് ഈ ഒരു എൻട്രൻസിൽ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം ഈ ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു മാളിൽ ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും മാളിനകത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ മാളിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ സിൻഡിക്കേറ്റിന്റെ തന്നെ സംരംഭങ്ങളായിട്ടുള്ള സിസോ എന്ന് പറഞ്ഞിട്ടൊരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്, അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡായിട്ടുള്ള AFC, അതോടൊപ്പം VR സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു വിർച്വൽ റിയാലിറ്റി സെറ്റപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സിൻഡിക്കേറ്റ് സിനിമാസിന്റെ ബോക്സ് ഓഫീസ്. ഈ ഒരു മാളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഈ ഒരു ബോക്സ് ഓഫീസ് ക്രമീകരിച്ചിരിക്കുന്നത്. 3 സ്ക്രീനുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ 150, 250 എന്നിങ്ങനെയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ണർ എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോയാണ്. സീറ്റ് ലേഔട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ കാണിച്ചു തരും. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള സീറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് UPI, അതുപോലെ തന്നെ കാർഡ്, അതോടൊപ്പം ക്യാഷ് പേയ്മെൻറ്റ്, ഇങ്ങനെയുള്ള 3 ഓപ്ഷൻസ് വഴിയും ഇവിടെ പേയ്മെൻറ്റ് ഇവർ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഉണ്ടല്ലോ, അതാത് ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ ഒരു സ്കെഡ്യൂള്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പടം തുടങ്ങുന്ന സമയം, ഇൻ്റർവെൽ ടൈം, പടം തീരുന്ന ടൈം, ആ ഒരു സ്കെഡ്യൂള് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ വഴിയോ അല്ലെങ്കിൽ ലിഫ്റ്റ് വഴിയോ ഈ ഒരു ലോബിയിലേക്ക് എത്താൻ സാധിക്കും. ശരിക്കും PVR പോലെയൊക്കെയുള്ള വലിയ ചെയിൻ ആയിട്ടുള്ള മൾട്ടിപ്ലക്സുകൾ ഉണ്ടല്ലോ, അത്തരത്തിൽ ഒരു ഗംഭീര ലോബി തന്നെയാണ് നമ്മുടെ ഈ ഒരു സിൻഡിക്കേറ്റ് സിനിമാസിലും ക്രമീകരിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒരിക്കലും ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ട അതേ പുതുമയിൽ തന്നെ, അതേ ഭംഗിയിൽ തന്നെ വളരെ നീറ്റായിട്ട് ഇന്നും ഈ ഒരു ലോബി ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലോബിയിൽ അത്യാവശ്യം ഇരിപ്പിടങ്ങളൊക്കെ ഇവരെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ മുകളിലുള്ള ഈ കാണുന്ന വലിയൊരു എന്താ പറയുക
ഒരു ഗംഭീര ലൈറ്റിംഗ് സെറ്റപ്പ് തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ടൈൽസും റെഡ് കളറുള്ള സീറ്റുകളും കൂടി ആകുമ്പോഴത്തേക്കും നമുക്കൊരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീൽ ഈ ഒരു ലോബിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 3 സ്ക്രീനുകളിലേക്കും വാഷ്റൂംസിലേക്കും അതുപോലെ തന്നെ കഫ്റ്റീരിയയിലേക്കും ഒക്കെയുള്ള ആ ഒരു എൻട്രി ഈ ഒരു ലോബിയിൽ നിന്ന് ഡയറക്റ്റ് തന്നെയാണ്. നമുക്ക് വേറെ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ മുന്നേ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ കുറേ അധികം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഈ ഒരു തിയേറ്ററിൽ ഉടനീളമുണ്ട്. ലോബിയിൽ കണ്ട 1-2 കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളൊക്കെ പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ് ടിക്കറ്റേതര വരുമാനം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ചെറിയ എന്താ പറയുക കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചെറിയ സംഭവങ്ങൾ. ഒരു ഭാഗ്യപരീക്ഷണോടെയാണ് പണ്ടത്തെ തിയേറ്ററുകളിലൊക്കെ വെയിറ്റ് നോക്കാനായിട്ടുള്ള ഒരു മെഷീൻ വെക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കാലം ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളാകുമ്പോൾ കുറച്ച് കളർഫുൾ ആയിരിക്കും. പിന്നെ ആ ഒരു വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റും ആയിരിക്കും. ജസ്റ്റ് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കോയിൻ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കോയിൻ നമ്മൾ ഇവിടെ ഇടുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഫെയിലായി. പക്ഷെ കുട്ടികൾക്കൊക്കെ ഇത് ആസ്വാദികരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കേട്ടോ. പിന്നെ ഇവര് ഈ ഒരു ലോബിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായതെന്ന് പറയുന്നതിനപ്പുറം വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ് നമ്മുടെ ബാഗേജ്, കുട, ഹെൽമെറ്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവർ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ലോക്കർ സിസ്റ്റം. അതായത് നമ്മൾ വലിയ മൾട്ടിപ്ലക്സുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബാഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി മേടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നെ ലോക്ക് ചെയ്ത് വെച്ച് ആ താക്കോല് നമുക്ക് തന്നെ കയ്യിൽ വെക്കാം. പടം കഴിഞ്ഞിറങ്ങിയിട്ട് നമുക്കത് തിരിച്ച് അതുപോലെ തന്നെ എടുത്തിട്ട് പോകാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു സ്മോക്കിംഗ് ഏരിയയും ഈ ഒരു ലോബിയിൽ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്. ലോബിയിലെ കാഴ്ചകൾക്ക് ശേഷം നമുക്ക് എന്തായാലും ഹാളിന്റെ ഉള്ളിലേക്ക് കയറാം. സ്ക്രീൻ 1 നമ്മുടെ ശോഭ എന്ന് പറയുന്ന ഈ ഒരു സ്ക്രീനാണ്. കൊപ്പത്തെ പഴയ ശോഭ തിയേറ്ററിന്റെ പേര് നൽകിയിരിക്കുന്ന സിൻഡിക്കേറ്റ് സിനിമാസിന്റെ സ്ക്രീൻ 1ന്റെ ഹാളിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഇന്റീരിയറിന്റെ കാര്യത്തിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ഗ്രേ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് ഇവർ ഈ ഒരു ഇന്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ റെഡ് കളർ പോയിരിക്കുന്നത് ആക്ച്വലി ഒരു ലൈറ്റ് ബീം ഉണ്ടല്ലോ, ആ ഒരു ലൈറ്റ് ബീമിന്റെ ആ ഒരു ഷേപ്പിലാണ് കളർ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഒരു വാം കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹാളിലെ സീറ്റ്സിന്റെ കളർ കോമ്പിനേഷനും റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. അങ്ങനെ ആകെ മൊത്തം നമുക്ക് കാണുമ്പോൾ ഒരു നീറ്റായ ഇന്റീരിയർ ആണ് ഈ ഒരു സ്ക്രീൻ 1ൽ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന തരത്തിലുള്ള 185 പുഷ് ബാക്ക് സീറ്റുകളും 20 സോഫ സീറ്റുകളും അങ്ങനെ ആകെ മൊത്തം 205 സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത്. അതുപോലെ തന്നെ സീറ്റ്സിന്റെ നടുവിലൂടെ വഴി കൊടുക്കാതെ 2 വശങ്ങളിലൂടെയും വഴി കൊടുത്തിട്ടുണ്ട്. ആ വഴിയിലും ഗ്യാപ്സിലും എല്ലാം വളരെ നീറ്റായിട്ട് കാർപ്പറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഗ് സ്പേസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, വളരെ നീറ്റായിട്ടുള്ള കേട്ടോ ഗംഭീര ലെഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കാല് നീട്ടി വെച്ചിരുന്ന സിനിമ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് 150 രൂപയാണ് ഈ ഒരു നോർമൽ സീറ്റുകൾക്ക്. സോഫ സീറ്റ്സിന് 250 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 3 സ്ക്രീനിലെയും ടിക്കറ്റ് ചാർജ് സെയിം ആണ്. ഹാളിന്റെ ഏറ്റവും മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ശരിക്കും ഡോൾബി അറ്റ്മോസ് 48 ചാനൽ ശബ്ദ സംവിധാനമുള്ളൊരു ഹാളാണ് കേട്ടോ ഇത്. അതായത് ഗംഭീര സൗണ്ട്, അത് വളരെ നീറ്റായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് ഈച്ച് ആൻഡ് എവരി സൗണ്ട് കേൾക്കാവുന്ന രീതിയിലാണ് ഇവരിവിടെ ഒരു സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോൾബി ഡയറക്റ്റ് ആയിട്ട് സൗണ്ട് ഇൻസ്റ്റാൾ ചെയ്തൊരു തിയേറ്റർ കൂടിയാണിത്. ഈ ഒരു ഹാളിലെ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നത് SLS-ന്റെ ആണ്. അതോടൊപ്പം സ്റ്റേജിൽ 6 സബ് വൂഫറുകളും ഹാളിന്റെ ഇരുവശങ്ങളിലുമായിട്ട് 2 സബ് വൂഫറുകളും അങ്ങനെ ആകെ മൊത്തം 8 സബ് വൂഫറുകൾ ഈ ഒരു 200 സീറ്റുള്ള ഹാളിൽ ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇവിടുത്തെ ഒരു സൗണ്ടിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെ പ്രൊജക്ഷൻ ആണെങ്കിൽ ബാർക്കോയുടെ 4K പ്രൊജക്ഷൻ ആണ് കേട്ടോ. സ്ക്രീനിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹാർക്കിനെസിന്റെ വൈറ്റ് സ്ക്രീൻ ആണ് ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വൈറ്റ് സ്ക്രീനുകൾ അങ്ങനെ വ്യാപകമായിട്ട് കാണാനില്ല. എന്നിരുന്നാലും വൈറ്റ് സ്ക്രീനിൽ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരത്തിലൊരാളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള നിതിൻ. നിങ്ങൾ എത്ര പേർക്ക് വൈറ്റ് സ്ക്രീനിൽ സിനിമ കാണാൻ ഇഷ്ടമാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സിൻഡിക്കേറ്റ് സിനിമാസിലെ 2ാമത്തെ സ്ക്രീൻ താര എന്നാണ് ഈ ഒരു സ്ക്രീനിന്റെ പേര്. ഈ താര എന്നത് ആക്ച്വലി കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് പ്രവർത്തിച്ചിരുന്നൊരു തിയേറ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഹാളിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഈ ഒരു ഹാളിലെ സീറ്റുകളുടെ കളറും ആ ഒരു ലേഔട്ടും തന്നെയാണ്. മെയിൻലി ഇത് കുട്ടികൾക്ക് ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റ്സ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഷോസ് ഒക്കെ ഇവിടെ ഇവർ ചാർട്ട് ചെയ്യാറുമുണ്ട്. അതിന് ജനങ്ങളുടെ സൈഡിൽ നിന്ന്, പ്രത്യേകിച്ച് ഫാമിലിയുടെ സൈഡിൽ നിന്ന് വളരെ നല്ലൊരു പ്രതികരണമാണ് കിട്ടുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഈ ഒരു ഹാളിന്റെ ഇന്റീരിയറിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക്
എനിക്ക് പേഴ്സണലി ഈ ഒരു 3 തിയേറ്റേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇന്റീരിയർ ഇതാണ് കേട്ടോ. പക്ഷെ ഈ ഒരു ഇന്റീരിയർ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയില്ല. ഈ കാണുന്ന രീതിയിൽ ഒരു ഡാർക്ക് ഗ്രേ, അതിലൊരു വാം കളറിലുള്ള ഒരു സ്ട്രിപ്പ് ലൈറ്റ് വന്നിട്ട് താഴെ ഒരു ജസ്റ്റ് ഒരു ഡോട്ട് ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു വളരെ വ്യത്യസ്തമായിരുന്നിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. നമുക്ക് ചില ജുവലറിയുടെ ഒക്കെ ആ ഒരു അകത്തെ ഇന്റീരിയറിനോട് സിമിലാരിറ്റി തോന്നുന്ന രീതിയിലാണ് ഈ ഒരു ഹാളിന്റെയും ഇന്റീരിയർ ക്രമീകരിച്ചിരിക്കുന്നത്. സ്ക്രീൻ 1 ശോഭയിലേതുപോലെ തന്നെ താരയിലും സീറ്റുകളുടെ ലേഔട്ടും ലെഗ് സ്പേസും ആ ഒരു സീറ്റ്സിന്റെ മോഡലും എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആകെ ഒരു കളറിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വീണ്ടും അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ 3 ഹാളുകളിലും ആ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, ആ ഒരു എൻട്രൻസിന്റെ ഈ കാണുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ മൾട്ടിപ്ലക്സ് ടൈപ്പ് തിയേറ്ററുകളുടെ ഒരു എൻട്രൻസ്. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഈ ഒരു 3 സീറ്റുകൾ, ഈ ഒരു സീറ്റുകൾ അല്പം ഹൈറ്റ് കുറഞ്ഞ ആളുകൾ ഇരിക്കുമ്പം ഒരു പക്ഷേ സ്ക്രീനിൽ ചെറുതായിട്ടൊന്ന് മറയാൻ ചാൻസ് ഉള്ളത് ഈ ഒരു മാനേജ്മെന്റ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു എക്സ്ട്രാ കുഷൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു കുഷൻ ഇല്ലാതെ ഇവിടെ ഇരുന്നാലും ഓക്കെയാണ്. പക്ഷെ അല്പം ഹൈറ്റ് കുറഞ്ഞ ആളുകളാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള വളരെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അതിലൊക്കെ ശ്രദ്ധിക്കുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹാളിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് 2K പ്രൊജക്ഷനാണ് വരുന്നത്. അത് ബാർക്കോയുടെ പ്രൊജക്ഷനാണ്. അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റം, പൾസിന്റെ സ്പീക്കർ ാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റേജിൽ 4 സബ്വൂഫറുകൾ, അതുപോലെ തന്നെ ഹാളിന്റെ ഇരുവശങ്ങളിലുമായിട്ട് 10 ഇഞ്ചിന്റെ 8 സബ്വൂഫറുകൾ. അത് പൾസിന്റെ ഒരു സ്റ്റാക്ക് ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിലുള്ള സബ്വൂഫറുകളാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ക്രീൻ 1ലേതിന് സമാനമായിട്ട് സ്ക്രീൻ 2ലും വൈറ്റ് സ്ക്രീൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രീൻ 1ലായാലും സ്ക്രീൻ 2ലായാലും 205 സീറ്റുകൾ വീതമാണുള്ളത്. ഏകദേശം എക്സാക്ട് സെയിം ഡയമെൻഷനാണ് 2 ഹാളുകളുടെയും. 2 ഹാളുകളും വീതിയും നീളവും ഒക്കെ എന്താ പറഞ്ഞാൽ നല്ല പക്കായിട്ടുള്ള ഹാളുകളാണ്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്നറിയില്ല, സ്ക്രീൻ 1ൽ സ്ക്രീനിൻ്റെ ഡയമെൻഷൻ ഞാൻ പറഞ്ഞിരുന്നില്ല. അതിപ്പോൾ ഈ ഒരു സ്ക്രീൻ 2ലും ഞാൻ പറയുന്നില്ല. അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ സ്ക്രീൻ 3ൽ എത്തിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ സ്ക്രീൻ 1 ശോഭയും സ്ക്രീൻ 2 താരയും ആക്ച്വലി എക്സാക്ട്ലി പാരലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 2 സ്ക്രീനുകളിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ലോബിയിലേക്ക് വന്നു കഴിയുമ്പം നമുക്ക് ഇവിടുത്തെ ഒരു കഫേ കാണാൻ സാധിക്കും. ഒരു നോർമൽ കഫേ എന്നുള്ളതിൽ മാറിയിട്ട് ഒരല്പം പ്രീമിയം ആയിട്ടുള്ള ഒരു കഫേയാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടുത്തെ മെനുവിലെ വൈവിധ്യമായി കഴിഞ്ഞാലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെൻസിൻ്റെ ബ്രാൻഡ് ആയി കഴിഞ്ഞാലും ആ എക്യുപ്മെൻസിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയി കഴിഞ്ഞാലും എല്ലാത്തിലും ആ ഒരു പ്രീമിയം ടച്ച് നമുക്ക് കാണാൻ സാധിക്കും. സാൻഡ്വിച്ച് പോലുള്ള ഐറ്റംസ് ഒക്കെ ഇവരിവിടെ കിച്ചണിൽ തന്നെ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് നമ്മുടെ സീറ്റിലേക്ക് കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്നൊരു സംവിധാനം ഈ ഒരു തിയേറ്ററിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കൊപ്പം എന്ന് പറയുന്ന ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ തുടങ്ങിയൊരു തിയേറ്റർ ഈ നാടിൻ്റെ തന്നെ യശസ് ഉയർത്തിയ കഥയെപ്പറ്റി പറയാൻ പട്ടാമ്പിയുടെ MLA ആയിട്ടുള്ള ശ്രീ CP മുഹമ്മദ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. എൻ്റെ പേര് CP മുഹമ്മദ്. ഞാൻ 15 വർഷം പട്ടാമ്പിയുടെ MLA ആയിരുന്നു. ഞാൻ ഈ നാട്ടുകാരനാണ്. ഈ തിയേറ്റർ എൻ്റെ വീടിന് തൊട്ടടുത്താണ്. എൻ്റെ ഒരു പഴയകാല സുഹൃത്ത് എന്ന് പറയാൻ വയ്യ, ചെറുപ്പക്കാരനായ സജിത്ത് ഇവിടെ വന്ന് ഈ തിയേറ്റർ ആരംഭിച്ചപ്പോൾ ഈ പ്രദേശത്ത് ഒരു തിയേറ്റർ വിജയകരമായി മുന്നോട്ട് പോകുമോ എന്ന് ഭയപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഈ പരിസര പ്രദേശത്ത് ടൗണുകളായ പട്ടാമ്പി, പെരിന്തൽമണ്ണ എന്നിവയേക്കാളേറെ നല്ല സൗകര്യങ്ങളുള്ള നന്നായി സിനിമ കാണാൻ കഴിയുന്ന തിയേറ്ററുകളായി ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൂരപ്രദേശത്ത് നിന്ന് തന്നെ ധാരാളം പേര് ഇവിടെ സിനിമ കാണാൻ വരുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് കൊപ്പം മുതൽ കരിങ്ങനാട് വരെ പകൽ സമയത്ത് പോലും സ്ത്രീകളൊന്നും ഈ വഴി നടന്നിരുന്നില്ല. അത്ര ഒരു കാട് എന്ന് പറയുന്നത് അതിശയോക്തിയാണെങ്കിലും 2 ഭാഗത്തും മരങ്ങൾ വളർന്ന് ഈ 2 മരങ്ങൾ കൂട്ടിമുട്ടി പകൽ വെളിച്ചത്തിൽ പോലും സൂര്യപ്രകാശം റോഡിൽ തട്ടാത്ത വിധത്തിൽ ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഇന്ന് ഈ തിയേറ്റർ വന്നതോടുകൂടി കൊപ്പം ടൗണ് തന്നെ ഇങ്ങോട്ട് നീണ്ടു വന്നിരിക്കുകയാണ്. നല്ല ഒരു തിയേറ്ററായി ഇത് ഈ നാടിൻ്റെ വികസനത്തിന് തന്നെ മൂലകാരണമായി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ ചാനൽ പരിചയപ്പെടാനും ഒരു അഭിമുഖം നൽകാനും സാധിച്ചതിൽ
അതിയായ ചാരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട്, അത് രേഖപ്പെടുത്തുന്നു. ആദ്യ 2 സ്ക്രീനുകളിലും ഞാൻ സ്ക്രീനിന്റെ സൈസ് പറയാതിരുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ 3 ഹാളുകളിലും ഒരേ വലിപ്പമുള്ള സ്ക്രീനുകളാണ് ഉള്ളത്. വളരെ അപൂർവമായിട്ടാണ് നമ്മളൊരു തിയേറ്റർ കോംപ്ലക്സിൽ പോയാൽ ഏകദേശം ഒരേ ഡയമെൻഷനിലുള്ള സ്ക്രീനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 40x18 അടി സൈസാണ് 3 ഹാളുകളുടെയും സ്ക്രീനുകൾക്കുള്ളത്. അതുപോലെ തന്നെ ഏകദേശം 200 സീറ്റുകളാണ് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ 3 ഹാളുകളിലും ഇവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾബി അറ്റ്മോസ് 18 ചാനൽ സൗണ്ട് സിസ്റ്റം, അതുപോലെ തന്നെ സ്പീക്കർ വന്നിരിക്കുന്നത് നമ്മൾ സ്ക്രീൻ 1-ൽ കണ്ട പോലെ തന്നെ SLS-ന്റെ സ്പീക്കറുകളാണ് വന്നിരിക്കുന്നത്. സ്റ്റേജിൽ 4-ഉം അതുപോലെ തന്നെ സൈഡ് വാൾസിൽ 2-ഉം അങ്ങനെ ആകെ മൊത്തം 6 സബ് വൂഫറുകളും ഈ ഒരു ഹാളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 2K ലേസർ പ്രൊജക്ഷൻ, അത് ബാർക്കോയുടെ പ്രൊജക്ഷനാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. മറ്റ് 2 ഹാളുകളിലും നിങ്ങൾ കണ്ടത് വൈറ്റ് സ്ക്രീൻ ആയിരുന്നു, അത് ഫ്ലാറ്റ് സ്ക്രീൻ ആയിരുന്നു എങ്കിൽ ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോഴേക്കും അത് കർവ്ഡ് സിൽവർ സ്ക്രീൻ ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3D സിനിമകൾക്കും പറ്റുന്ന രീതിയിലാണ് സ്ക്രീനും പ്രൊജക്ഷനും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആകെ മൊത്തം 185 സീറ്റുകളുള്ള ഈ ഒരു ഹാളിൽ മറ്റ് 2 ഹാളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് 2 സെറ്റ് കപ്പിൾ സീറ്റുകൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കപ്പിൾ സീറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ കണ്ടോ, മിഡിലിൽ ഹാൻഡ് റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് 2 പേർക്ക്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് വന്നാൽ നമുക്കിതാ ഇങ്ങനെ വളരെ കൂളായിട്ട് ഇങ്ങനെ ഇന്ന് സിനിമ കാണാൻ സാധിക്കും. അതാട്ടെ ഈ കപ്പിൾ സീറ്റ്, സംഭവം കൊള്ളാം. അപ്പോൾ എന്തായാലും ഈ ഒരു സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 500 രൂപയാണ്, അതായത് 2 സീറ്റിന്. പിന്നെ നോർമൽ സോഫ സീറ്റ്സ് 3 ഹാളിലുള്ളത് ഇതാ ഈ കാണുന്ന തരത്തിലുള്ള സോഫ സീറ്റ്സ് ആണ്. ഇതിന് 250 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലേക്കുള്ള സീറ്റുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് 150 രൂപ ടിക്കറ്റ് ചാർജ്. അപ്പോൾ എന്തുകൊണ്ടും ഇവർ കൊടുക്കുന്ന സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈജീന്, സ്റ്റാഫുകളുടെ നമ്മളോടുള്ള ആ ഒരു പെരുമാറ്റം, ആ ഒരു പ്രൊഫഷണലിസം, അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിക്കും ഈ ടിക്കറ്റ് ചാർജ് വളരെ വൃത്തിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ധാരാളം തിയേറ്ററുകളിൽ വീഡിയോ എടുക്കാൻ പോകാറുണ്ടെങ്കിലും വളരെ ചുരുക്കം തിയേറ്ററുകളാണ് നമ്മൾ പറയാറുള്ളത് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തിയേറ്ററിന്. അത്തരത്തിലുള്ളൊരു തിയേറ്ററാണ് നമ്മുടെ കൊപ്പത്തെ സിൻഡിക്കേറ്റ് സിനിമാസ്. അത് നിങ്ങൾ ഈ കണ്ട കാഴ്ചകൾക്ക് പുറമെ ഈ നാട്ടുകാരോട് ഇവർ കൊടുക്കുന്നൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ചാരിറ്റി പ്രവർത്തനങ്ങൾ, സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സിനിമാ പ്രദർശനങ്ങൾ, കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സിനിമാ പ്രദർശനങ്ങൾ, അങ്ങനെ ഒരു തിയേറ്റർ എങ്ങനെയൊക്കെ ജനകീയമായി മാറാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ഒരു സിൻഡിക്കേറ്റ് സിനിമാസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, നിങ്ങളൊരു തിയേറ്റർ ഓണർ ആണെങ്കിൽ, അതല്ല നിങ്ങളൊരു തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഭാഗത്തൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു സിൻഡിക്കേറ്റ് സിനിമാസിൽ വന്നിട്ട് ഇവരുടെ ആ ഒരു പ്രൊഫഷണലിസവും ഇവർ ഈ തിയേറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയും നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം. അത് ഇവർ ഈ തിയേറ്റർ തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു കോൺടെസ്റ്റ് നൽകിയിട്ടാണ് ഈ തിയേറ്ററുകളുടെ പേര് ഫിക്സ് ചെയ്തത്. അതുപോലെ തന്നെ ഈ തിയേറ്ററിന് ഇനാഗുറേഷൻ ആണെങ്കിലും വളരെ ജനകീയമായിട്ടുള്ളൊരു ഇനാഗുറേഷൻ ആയിരുന്നു. ആ ഒരു ഇനാഗുറേഷനിൽ ഡോൾബിയുടെ ഇന്ത്യ ഹെഡ് ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടുത്തെ സൗണ്ട് കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡോൾബിയുടെ ഡയറക്റ്റ് മേൽനോട്ടത്തിൽ തന്നെയാണ്. പിന്നെ അതോടൊപ്പം ഈ ഒരു മാനേജ്മെൻറ്റ് എടുക്കുന്ന കൃത്യമായിട്ടുള്ള ചില എന്താ പറയുക നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഈ തിയേറ്റർ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു മാളിൻ്റെ താഴെ നിൽക്കുന്ന സെക്യൂരിറ്റീസ് തൊട്ട് ഇവിടുത്തെ ഏറ്റവും ഹയർ ലെവലിലുള്ള മാനേജേഴ്സ് വരെ നമ്മളോട് വളരെ സ്നേഹത്തോടെ ചിരിച്ച് ഇടപഴകുന്നവരാണ്. അത് തന്നെ ഇവരുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ വളരെ രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ വന്നപ്പം കുറേയധികം ചേച്ചിമാർ അവർ രാവിലെ ബ്രീഫ് ചെയ്യുന്നുണ്ടായി, അവർ ക്ലീൻ ചെയ്യുന്നുണ്ടായി, ഞങ്ങൾക്ക് ചായ തന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു സ്നേഹവും കരുതലും, അതോടൊപ്പം അവർക്ക് വളരെ സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും ഈ ഒരു സിൻഡിക്കേറ്റ് മാൾ ആൻഡ് സിനിമാസിൽ ഉണ്ടെന്നുള്ളതാണ്. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വുമൻ സെല്ലെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ഫോറം പോലെ ലേഡി സ്റ്റാഫ്സിന് വേണ്ടിയിട്ട് അവരുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്ക് ഷെയർ ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരു വുമൻ സെല്ലെന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മുടെ ഈ ഒരു സിൻഡിക്കേറ്റ് മാൾ ആൻഡ് സിനിമാസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു വുമൻ സെല്ലിൻ്റെ സൗകര്യം ഇവിടെ വരുന്ന സ്ത്രീകളായിട്ടുള്ള പ്രേക്ഷകർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു തിയേറ്റർ എത്രത്തോളം ജനകീയമാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളോടൊപ്പം എത്രത്തോളം ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. സ്റ്റാഫുകളോടൊപ്പം അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അവരിൽ നിന്നും ലഭിക്കും. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് എത്രത്തോളം കെയർ ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥാപനം കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അത് വലിയൊരു സംഭവം തന്നെയാണ്. ഈ ഒരു സിൻഡിക്കേറ്റ് മാൾ ആൻഡ് സിനിമാസിൻ്റെ CEO ആയിട്ടുള്ള ശ്രീ യൂനസ് സാർ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഈ വീഡിയോയിൽ കണ്ടതുപോലെ പട്ടാമ്പിയുടെ ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ CP മുഹമ്മദ് സാർ നമ്മളോട് പറഞ്ഞതുപോലെ ഇത്രയും ക്വാളിറ്റിയിൽ, ഇത്രയും മികച്ച രീതിയിൽ കൊപ്പം എന്ന ഗ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി, അല്ലെങ്കിൽ കൊപ്പം എന്ന ഈ ഒരു ഗ്രാമപ്രദേശത്തെ ഞാനുൾപ്പെടെയുള്ള മലയാളികൾക്ക് പരിചയപ്പെടാനുള്ള കാരണമാക്കി മാറ്റിയ
സിൻഡിക്കേറ്റ് സിനിമാസിൻ്റെ CEO ആയിട്ടുള്ള ശ്രീ യൂനസ് സാറാണ് നമ്മളോടിപ്പോൾ ഉള്ളത്. സാർ നമസ്കാരം. പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും അതിർത്തി പങ്കിടുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശം, പറയത്തക്ക വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സോ അല്ലെ വലിയ ഫാക്ടറികളോ ഒന്നുമില്ലാത്തൊരു ഏരിയ. ഇത്രയും കോടികൾ എങ്ങനെയാണ് അല്ലെ എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രാമത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്? അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സിൻഡിക്കേറ്റ് സിനിമാസ് അല്ലെ സിൻഡിക്കേറ്റ് മാൾ ആൻഡ് സിനിമാസ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിൻ്റെ നിങ്ങളുടെ ആ ഒരു എയിം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയുമോ? തീർച്ചയായും. തിയേറ്റർ ബാൽക്കണി യൂട്യൂബ് ചാനൽ വളരെ സാഹൂതം നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓരോ നാട്ടിലും നിങ്ങൾ കാണിക്കുന്ന തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്ററിനെയോ അല്ലെങ്കിൽ ഒരു സിനിമാശാലയോ മാത്രമല്ല കാണിക്കുന്ന ആ നാടിനെ, അതിൻ്റെ പശ്ചാത്തലം അങ്ങനെ വളരെ വിശദമായി ചെയ്യുന്നുണ്ട്. അതിനാദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. സിൻഡിക്കേറ്റ് പോലുള്ള താരതമ്യേന ചെറിയ ചരിത്രമുള്ള ഒരു തിയേറ്ററിലേക്ക് നിങ്ങൾ വന്നതും ഇതെടുക്കാൻ കാണിച്ച സന്മനസ്സിനും നന്ദി പറയുക. ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് കൊപ്പം പോലുള്ള ഒരു പ്രദേശത്ത് ഇത്രയും ബൃഹത്തായി ഒരു തിയേറ്റർ ചെയ്യാനുണ്ടായ കാരണം എന്നുള്ളത്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഈ സിൻഡിക്കേറ്റ് സിനിമയുമായി ചേർന്ന് കൊപ്പം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു വിളയൂർ പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. വിളയൂർ ഒരു സെക്കൻഡ് ഗ്രേഡ് പഞ്ചായത്താണ്. മറ്റ് യാതൊരുവിധ വരുമാനവും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ജില്ലയുടെ അവസാന ഭാഗമെന്ന നിലയിൽ തന്നെ ഒട്ടേറെ പിറകോട്ട് നിന്നിരുന്ന ഒരു പ്രദേശത്തെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ ഈ തിയേറ്ററിൻ്റെ ആവിർഭാവത്തോടെ പറ്റിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി അതിൻ്റെ തുടക്കം പറയാം. ഈ തിയേറ്ററും ഈ മാളിൻ്റെയും ഉടമസ്ഥൻ ശ്രീ സജിത് ഞാളൂർ എന്ന പ്രദേശവാസി തന്നെയാണ്. വളരെ തൊട്ടടുത്ത ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഞാനും അദ്ദേഹമൊക്കെ ഒരേ സ്കൂളിൽ ബാല്യകാല സുഹൃത്തുക്കളായി കഴിഞ്ഞ ആളുകളാണ്. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ നൊസ്റ്റാൾജിയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കൊട്ടകകളുണ്ടായിരുന്നു. കാലക്രമേണ അതെല്ലാം മാഞ്ഞുപോയി. ആളുകൾ സിനിമ തിയേറ്ററുകളോ കൊട്ടകകളോ ഒക്കെ വിട്ട് ഒരു സമയത്താണ് ഞങ്ങളൊക്കെ പ്രവാസികളായിരുന്നു. അദ്ദേഹം വിദേശത്ത് പല രാജ്യങ്ങളിലായിട്ട് ബിസിനസ് നടത്തുന്നു. ഞാൻ ദുബായിലായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ നാട്ടിൽ പണ്ട് കണ്ട് നടന്നിരുന്ന സിനിമാ കൊട്ടകളെക്കുറിച്ചുള്ള സ്വപ്നം ഞങ്ങളൊക്കെ പേറിയിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു സൗഹൃദ കൂട്ടായ്മയുടെ നിരന്തരമായ ചർച്ചകളിൽ നിന്നാണ് നാട്ടിൽ ഒരു സിനിമാശാല വേണമെന്ന ആവശ്യം വളരെ സജീവമായി ഉയർന്നത്. ശ്രീ സജിത് ഞാളൂർ ആ ദൗത്യം ഏറ്റെടുക്കുകയും അദ്ദേഹം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ആളുകളെ ഒരു സിനിമാശാലയുടെ പഠനം, അത് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി ഞങ്ങളെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നമുക്കൊരു ഫീസിബിലിറ്റി സ്റ്റഡി ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നാടിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കേന്ദ്രമായി ഒരു സാംസ്കാരിക കേന്ദ്രം നമുക്ക് വേണ്ടതുണ്ട്. അതിന് ഏറ്റവും പറ്റിയ മീഡിയം സിനിമ തന്നെയാണ്. അങ്ങനെ ആ ആവേശത്തിലാണ് പൊതുവെ കൊറുക്കങ്കാട് പോലെ കിടന്നിരുന്ന ഈ പ്രദേശത്ത് ഞങ്ങൾ എത്തുകയും അങ്ങനെ ഒരു സിനിമാശാലയ്ക്ക് രൂപം കൊള്ളുകയും ചെയ്തു. ഈ സിനിമാശാല വരുന്നതിന് മുമ്പ് ഈ രംഗത്തുള്ള ഒട്ടേറെ പ്രമുഖരുമായിട്ട് നിരന്തരം കൂടിക്കാഴ്ചകൾ നടത്തി എന്തൊക്കെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി കണ്ട ആളുകളിൽ പ്രമുഖരാണ് ശ്രീ റസൂൽ പൂക്കുട്ടി, രാമചന്ദ്രൻ സാർ ബോംബെയിലുള്ള, എറണാകുളം ഷേണായിസിൽ ഒത്തിരി കാലം ജോലി ചെയ്യുന്ന രാംകുമാർ സാറ്, അങ്ങനെ ഒട്ടേറെ പേരെ പോയി കണ്ട് ഇതിനൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുകയും അങ്ങനെയാണ് ഈ സിനിമാശാലയുടെ തുടക്കം. അവരെ കണ്ടതുകൊണ്ടുണ്ടായ മെച്ചം ടെക്നിക്കലി നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ നിർമ്മാണം ഇവിടെ തുടങ്ങുകയും ഈ സൗഹൃദ കൂട്ടായ്മ പൂർണ്ണമായും അതിൻ്റെ നിയന്ത്രണം വളരെ ആവേശത്തോടു കൂടി ചെയ്യുകയും അതിൻ്റെ പ്രതിഫലനമാണ് മികച്ചൊരു തിയേറ്റർ എന്ന നിലയിൽ. കാരണം ഒരുപാട് പേരുടെ കൂട്ടായ പ്രയത്നം കൊണ്ടാണ് ഇത്തരം ഒരു മികച്ച തിയേറ്റർ എന്ന പേര് ചെറിയ കാലത്തിനുള്ളിൽ തന്നെ നേടിയെടുക്കാൻ പറ്റിയത്. നമ്മുടെ തിയേറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ എപ്പോഴും പറയുന്നത് മികച്ച സൗണ്ടാണ്, മികച്ച ദൃശ്യവിസ്മയങ്ങളാണ്. അപ്പോൾ അതിനുള്ള കാരണം ഈ കൂട്ടായ യത്നമാണ്. തിയേറ്റർ നിർമ്മാണത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ മികച്ച പല സ്പെസിഫിക്കേഷനിലേക്ക് പോകുമ്പോഴും നമുക്ക് പലപ്പോഴും ഇതൊരു ഫിനാൻസ് ഒരു വലിയ പ്രശ്നമായി വരുമ്പോൾ സജിത്ത് പറയുന്നത് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമുക്ക് അത് കോംപ്രമൈസ് ചെയ്യേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ SLS ഡോൾബി എന്നുള്ള അവരുടെ അടുത്തേക്ക് പോവുകയും ഏറ്റവും മികച്ച ശബ്ദ സൗകര്യങ്ങളും ബാർക്കോ പോലുള്ള കമ്പനികളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രൊജക്ടറുകൾ, ലേസറൊക്കെ പരിചിതമായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ലേസർ പോലുള്ള പ്രൊജക്ടറൊക്കെ അന്ന് ചെയ്യാണ്ടായ കാരണം
എനിക്ക് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ അക്വാസ്റ്റിക്കൊക്കെയാണ്. അക്വാസ്റ്റിക്കൊക്കെ നമ്മൾ ഹിമാലയ എന്ന് പറഞ്ഞ ഒരു കമ്പനി, വലിയ കമ്പനി, അവർ വലിയ സ്റ്റുഡിയോകൾ ചെയ്യുന്ന കമ്പനിയാണ്. അവരുടെ സാങ്കേതിക സഹായം ഉപയോഗിച്ച്, നാട്ടുകാരുടെ സഹായം, ഇവിടെ ലഭ്യമാവുന്ന ആളുകളെയൊക്കെ ഉപയോഗിച്ചാണ്. തിയേറ്ററിൻ്റെ സ്പെസിഫിക്കേഷനിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല എന്ന് ധൈര്യപൂർവ്വം പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ സൗണ്ടൊക്കെ ചെയ്യുന്ന പല ആളുകളും പറയും അവർ സൗണ്ട് ഇടക്ക റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇടക്ക തിയേറ്ററിൽ കേൾവിക്കാരന് പൂർണ്ണാർത്ഥത്തിൽ ആസ്വദിക്കാൻ പറ്റാതെ വരാറുണ്ട്. അതിനുള്ളൊരു കാരണം സാങ്കേതിക തികവില്ലായ്മയാണ്. പക്ഷേ ഇത് ഒരു പരിധിവരെ ഞങ്ങൾ അത് മാറ്റിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു പക്ഷം. 150 രൂപ കൊടുത്ത് സിനിമാ തിയേറ്ററിൽ വരുന്ന ഒരു പ്രേക്ഷകന് അദ്ദേഹത്തിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ആസ്വദിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അവകാശമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല അന്തരീക്ഷം, നല്ല തിയേറ്ററിലെ മണം പോലും നമ്മൾ അതിനു വേണ്ടി സ്പെസിഫൈ ചെയ്തുണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ സിനിമാ തിയേറ്റർ എന്തിനാണെന്ന് ഇവിടെ വരുന്ന ഈ കുട്ടികളുമായിട്ട് റെഗുലറായിട്ട് നമുക്ക് പ്രോഗ്രാമുണ്ട്. BEd സെൻറ്റർ, TTC സെൻറ്ററൊക്കെ ഉണ്ട്. നമ്മൾ അവരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം പലപ്പോഴും ഇതാണ്: എന്തിനാണ് ഒരു മനുഷ്യൻ സിനിമ കാണേണ്ടത്? അവിടെ നിന്ന് നമ്മുടെ ചോദ്യത്തിലേക്കുള്ള ഉത്തരം നാം വരാം. ഒരു മനുഷ്യൻ സിനിമ കാണുക, അല്ലെങ്കിൽ നോവൽ വായിക്കുക, പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മറ്റൊരു ജീവിതം മനസ്സിലാക്കുക എന്നാണ്. ഇത് സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ നവീകരണമാണ്. നല്ലൊരു കവിത കേൾക്കുമ്പോൾ, നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ അയാൾ മറ്റൊരാളായി മാറുന്നുണ്ട്. അപ്പോൾ ഒരു നാട്ടിൽ ഒരു നല്ല തിയേറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വ്യത്യസ്തമായ ജീവിതങ്ങളെ ഈ നാട്ടുകാർക്ക് പരിചയപ്പെടുകയാണ്. അതുവഴി ഈ മനുഷ്യന്മാരൊക്കെ നന്നാവുന്നുണ്ട്. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത് തിയേറ്റർ ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. തിയേറ്ററിൻ്റെ ഇരുട്ടിൽ ആളുകൾ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാണ്ട് ഒന്നിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് ഒരു നാട്ടിൽ നിർബന്ധമായും വേണ്ടതാണ് തിയേറ്റർ. ആ തിയേറ്റർ നല്ലതുകൂടെ ആയിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ സഹകരണം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിയേറ്റർ തുടങ്ങി ആശങ്കയോടെ എത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ തോന്നിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആശങ്ക മാറി. ആളുകൾ കുത്തിയൊലിക്കാൻ തുടങ്ങി. മിക്ക സിനിമകൾക്കും നല്ല ആളുകളായി. അപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരായി. പിന്നെ വെറും ഒരു സിനിമാശാല എന്നതിലപ്പുറം നാട്ടുകാർക്കും ഈ നാട്ടിലെ വിദ്യാർത്ഥികളും, കാരണം വിദ്യാർത്ഥികളാണല്ലോ ഭാവിയുടെ പ്രതീക്ഷകൾ, പല കാര്യങ്ങളും ചെയ്യണമെന്ന് ശ്രീ സജീഷ് ഞാളൂർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിൽ കൂടുതൽ അധ്യാപകരാണ്. അപ്പോൾ അവരുടെയൊക്കെ നിർബന്ധവും ആവശ്യവും പരിഗണിച്ചുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ കണ്ടൻറ്റുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഷോകൾ, ക്ലാസ്സുകൾ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നടക്കുന്ന ഞങ്ങൾ വളരെ റെഗുലറായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അതിൻ്റെ വിദഗ്ധരുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു വെർച്വൽ റിയാലിറ്റി സ്റ്റുഡിയോ, അതുവഴി കുട്ടികൾക്ക് പഠനം എളുപ്പമാക്കുന്ന ഒരു സ്റ്റുഡിയോ ഈ തിയേറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടു കാണും. ഇതൊക്കെ നമ്മുടെ ഇനീഷ്യേറ്റ് സംരംഭങ്ങളായിട്ട് വന്നതാണ്. ഈ VR സ്റ്റുഡിയോ വളരെ പെട്ടെന്ന് തന്നെ കേരള സർക്കാർ മനസ്സിലാക്കുകയും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ മൂന്നാറിലുള്ള വെർച്വൽ റിയാലിറ്റി സ്റ്റുഡിയോയിലേക്ക് നമ്മുടെ സഹകരണം തേടുകയും അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സർക്കാർ പോലും അതിന് വനം വകുപ്പ് മന്ത്രിയിൽ നിന്ന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞങ്ങൾ നേടുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, കൊപ്പം പോലുള്ളൊരു ഗ്രാമപ്രദേശത്ത് ഒരു തിയേറ്റർ വരുന്നത് വെറുതെ സിനിമ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ നാട്ടുകാരുടെ സർവ്വതോന്മുഖമായ എല്ലാവിധ കാര്യങ്ങളിലും ഇടപെടാൻ കൂടെ പറ്റുന്ന തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ്, വൃദ്ധസദനം, അനാഥശാലകൾ, അങ്ങനെ അവർക്കെല്ലാമുള്ള വ്യത്യസ്ത തരം പ്രോഗ്രാമുകൾ റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ആരംഭിച്ച ഒരു പ്രധാന സംഭവമാണ് റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാ മാസവും ഓരോ സിനിമകൾ നമ്മളിവിടെ കാണിക്കുകയും, സിനിമ കാണിക്കുക മാത്രമല്ല, മികച്ച സിനിമകളാണെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചർച്ചകൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഈ അടുത്ത് MT സാറ് മരിച്ചപ്പോൾ ഈ അടുത്ത അദ്ദേഹം ചെയ്ത നിർമാല്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഏതാണ്ട് 10-60 പേര് ഇവിടുന്ന് പോവുകയും അവിടെ വെച്ച് നിർമാല്യം സിനിമയെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുകയുണ്ടായി. ഇതുകൊണ്ടുണ്ടാവുന്ന മെച്ചം വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ഗുണഭോക്താക്കളായി ഞങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷത്തെ സർക്കാരിൻ്റെ നവാഗത സംവിധായകനുള്ള അവാർഡ് കിട്ടിയ ഫാസിൽ റസാക്ക് ഈ തിയേറ്ററിൻ്റെയും കൂടി ഒരു സന്തതിയാണെന്ന് ഞാൻ അഭിമാന പുരസ്സരം പറയും.
അദ്ദേഹമാണ് കഴിഞ്ഞ വർഷത്തെ IFFKയിലും ജോൺ എബ്രഹാം പുരസ്കാരം ഒക്കെ നേടി. തടവ് എന്ന സിനിമ ഏതാണ്ട് ഞങ്ങൾക്ക് കൊപ്പത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ആളുകൾ സ്വന്തമായി നിർമ്മിച്ചെടുത്തൊരു സിനിമയാണ്. അതിന് സർക്കാർ തലത്തിൽ അംഗീകാരം കിട്ടി. ഒട്ടേറെ ചൈനയടക്കമുള്ള ഒട്ടേറെ വിദേശ ഫെസ്റ്റിവലുകളിൽ പോയി. ഇപ്പോഴും ആ സിനിമ അടുത്ത ആഴ്ച റിലീസാണ്, നിങ്ങൾക്ക് കാണാം. ഈ തിയേറ്ററിന് പ്രത്യേകമായി നന്ദി അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് സർവ്വതോന്മുഖമായ മാറ്റത്തിന് വഴിവെക്കാൻ ഈ സിനിമാശാലയ്ക്ക് കഴിയുമെന്ന പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിൽ തന്നെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കൂടുതൽ സ്ക്രീനുകൾ ആഡ് ചെയ്യണമെന്നും കൂടുതൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കണമെന്നുമാണ് ശ്രീ സജിത് ഞാളൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിൻ്റെ പ്രാഥമിക പരിഗണന. നമ്മൾ നമ്മുടെ പല വീഡിയോസിലും പറയാറുള്ളൊരു കാര്യമാണ് സിനിമാ തിയേറ്ററുകൾ എപ്പോഴും ജനകീയമായിരിക്കണം എന്നുള്ളത്. എങ്ങനെ ഒരു സിനിമാ തിയേറ്റർ ജനകീയമാകാം, എന്തിന് ജനകീയമാകണം, ഇതൊക്കെയാണ് നമ്മളോടിപ്പോൾ യുനസാർ പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും സിൻഡിക്കേറ്റ് സിനിമാസിൻ്റെ ഈ ഒരു എക്സ്പാൻഷനും ഇനി ഫ്യൂച്ചറിൽ വരാനുള്ള ധാരാളം പദ്ധതികൾക്കുമെല്ലാം നമ്മൾ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ള വലിയൊരു ആശംസകൾ നേർന്നുകൊണ്ട് സിൻഡിക്കേറ്റ് സിനിമാസിന് നമ്മൾ ഒരു മൊമെൻറ്റോ കൂടി കൈമാറുകയാണ്. സാർ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു. വീഡിയോ ഒരല്പം നീണ്ടുപോയി എന്നറിയാം, പക്ഷേ നമുക്ക് ഏവർക്കും പ്രചോദനമാകത്തക്ക രീതിയിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളാകുമ്പോൾ അത് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചേ മതിയാകൂ. അപ്പോൾ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ചില്ല് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഈ ഒരു സിൻഡിക്കേറ്റ് മാൾ ആൻഡ് സിനിമാസ് മാനേജ്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ജോയ്ലാൻഡ് എന്ന് പറയുന്ന ഒരു കിഡ്സ് പ്ലേ ഏരിയ. ഇതും ശരിക്കും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ആഡ് ഓൺ ഇൻകം എന്നുള്ള രീതിയിൽ തിയേറ്ററുകാർക്ക് പരീക്ഷിക്കാവുന്ന ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക തിയേറ്ററുകളിലും ഒരു ഫ്രീ സ്പേസ് ഒക്കെ കിടപ്പുണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ അനുസരിച്ചിട്ട് ചെറിയ സ്പേസ് ആണെങ്കിൽ അതിനുള്ള രീതിയിലും വലിയ സ്പേസ് ആണെങ്കിൽ അതിനുതകുന്ന രീതിയിലും ഇത്തരത്തിലുള്ള പ്ലേ സ്റ്റേഷൻ സെറ്റപ്പ് ക്രമീകരിക്കാൻ സാധിക്കും. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ഒരു സിൻഡിക്കേറ്റ് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ നിങ്ങളുടെ തിയേറ്ററിലായിക്കോട്ടെ, ഓഡിറ്റോറിയത്തിലായിക്കോട്ടെ, അതല്ല നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്പേസിലായിക്കോട്ടെ, അപ്പോൾ ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇവരുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വളരെയധികം മനസ്സ് നിറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇന്നിപ്പോൾ തിരിച്ചു പോകുന്നത്. ഇന്നലെ രാത്രി ഞങ്ങളിവിടെ വന്നപ്പോൾ മുതൽ ഞങ്ങളെ ആ ഒരു കെയർ ചെയ്ത രീതി, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, രാത്രി 3 മണിക്ക് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ചൂട് ബ്ലാക്ക് ടീ, അതുപോലെ തന്നെ രാവിലെ തൊട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന് ഞങ്ങളുടെ കൂടെ നിന്ന ഒരു മാനേജ്മെൻറ്റാണ്. സോ ആ ഒരു സ്നേഹവും നന്ദിയും ഞങ്ങൾ പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.